വീണ്ടും കുറച്ച് ഇലക്ഷൻ കോമഡികളാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് 2020യുടെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആതിരയാണ്. ആതിരയെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്കാകെ 10-25 വയസ്സേ പ്രായമുള്ളൂ. നിയമസഭാ ഇലക്ഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പുള്ളിക്കാരി. ആള് ചെറിയൊരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ എന്തൊക്കെയോ കഴിവുകളുണ്ട്. എന്നാൽ ആളുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരിനെ താഴ്ത്തിക്കെട്ടലാണ്. കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് നല്ലോണം പൊക്കിയടിക്കുകയും ചെയ്യും. KSRTC ബസ്സിന്റെ പടികളുടെ വീതി കുറച്ചത് പോലും കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആതിരയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ വൈറലായിരുന്നു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു. നല്ല മികച്ച വിദ്യാഭ്യാസം, മികച്ച ഗതാഗതം, അത് പറയുമ്പോൾ നമ്മുടെ KSRTC ബസ്സിന്റെ വീതി, പടികളുടെ വീതി കുറച്ചു, മികച്ച ഗതാഗതം എല്ലാം നമുക്ക് തന്നു അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് റേഷൻ കിട്ടി, കിറ്റ് ഒക്കെ കിട്ടി അല്ലേ? ഇതൊക്കെ ആരും തന്നത്? LDF അല്ലേ? കേരള സർക്കാരല്ലേ തന്നത്? ആണോ? എന്നാ അല്ല, കേന്ദ്ര സർക്കാരാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്നത്. അതെന്തായാലും പുതിയൊരു അറിവായിരുന്നു കേട്ടോ. കേരളത്തിലെ റേഷൻ അരി, മികച്ച വിദ്യാഭ്യാസവും ഒക്കെ കേന്ദ്ര സർക്കാരാണ് നൂലിൽ കെട്ടി ഇറക്കിയതെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്നാലും ഈ കുട്ടിക്ക് മാത്രം എവിടുന്ന് കിട്ടുന്നു ഇത്രയും പുതിയ അറിവുകൾ? പക്ഷെ ഇതൊന്നല്ല കേട്ടോ. ആതിര പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹഠാകർഷിച്ചത്. KSRTC ബസ്സിന്റെ പടികളുടെ വീതി കുറച്ചത് കേന്ദ്ര സർക്കാരാണ് പോലും. എന്നാലും ഈ കുട്ടി ഇതെങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ മോദിജി ആരെയും അറിയിക്കാതെ ചെയ്തൊരു പരിപാടിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ KSRTCയുടെ പടികളുടെ വീതി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ 58 ഇഞ്ചായിരുന്നു. അത് നമ്മുടെ മോദിജി അറിഞ്ഞു. മോദിജിയുടെ നെഞ്ചിന്റെ അളവ് 56 ഇഞ്ചാണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ KSRTCക്ക് തന്റെ നെഞ്ചിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ ഉണ്ടെന്ന് അറിഞ്ഞ മോദിജി എന്താക്കി? അപ്പൊ തന്നെ ആ വീതി അങ്ങ് കുറച്ചേക്കാൻ പറഞ്ഞു. അതാണ് ശരിക്കും സംഭവിച്ചത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ KSRTCയുടെ പടികളുടെ വീതി കുറഞ്ഞത്. അല്ലാത്തപ്പോ ഞാൻ എന്താ പറയാ? ഈ സംഖ്യകൾക്ക് മാത്രം ഇത്രയും എവിടുന്നാണ് വിവരക്കേടുകൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആക്ച്വലി KSRTC ബസ്സിന്റെ പടികളുടെ വീതി അല്ല കുറച്ചത്, ഹൈറ്റ് ആണ്. റോഡിൽ നിന്നും ബസ്സിന്റെ സ്റ്റെപ്പിലേക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു. KSRTCയിൽ ഒരു തവണയെങ്കിലും കയറിയ ആൾക്കാർ അത് അറിയുന്നുണ്ടാകും. സോ ആളുകൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ട് ഒടുവിൽ KSRTC താങ്കളുടെ ബസ്സിന്റെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് കുറയ്ക്കുന്നത്. അല്ലാതെ എട്ടും മുട്ടും തിരിയാത്ത പെണ്ണ് പറയുന്ന പോലെ മോദിജി നേരിട്ട് വന്ന് കുറച്ചൊന്നുമല്ല. എന്തായാലും ആതിരയുടെ മണ്ടം പ്രസ്താവന കേട്ട നമ്മുടെ മറിമായ താരമായിട്ടുള്ള സ്നേഹ ശ്രീകുമാർ അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. KSRTC ബസ്സിൽ പടികളുടെ വീതി കുറച്ചത് കേന്ദ്രം, ലേശമൊളുപ്പ്, ആതിരയെ പരിഹസിച്ചു സ്നേഹ ശ്രീകുമാർ. ഏറ്റുമാനൂരിലെ 2020 സ്ഥാനാർത്ഥി ആതിര ഡി നായരെ പരിഹസിച്ച് നടി സ്നേഹ ശ്രീകുമാർ. മികച്ച വിദ്യാഭ്യാസവും KSRTC ബസ്സിന്റെ പടികളുടെ വീതിയും കുറച്ചത് കേന്ദ്ര സർക്കാർ ആണെന്ന ആതിരയുടെ പ്രസംഗത്തെയാണ് സ്നേഹ പരിഹസിച്ചത്. ലേശമൊളുപ്പ്, കുട്ടിയെ ആരോ തോന്നിയതൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. KSRTCയുടെ ഫുൾ ഫോം എങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നാണ് സ്നേഹ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ കുറിച്ചത്. അതെന്തായാലും പൊളിച്ചു. ആതിരയുടെ വർത്തമാനം കേട്ടപ്പോൾ എനിക്കും തോന്നിയൊരു കാര്യമാണിത്. ആരൊക്കെയോ പഠിപ്പിച്ചു വിട്ട മണ്ടത്തരങ്ങൾ മുഴുവനും വെള്ളം വിടാതെ വിഴിഞ്ഞു വന്നിരിക്കുകയാണ് ഈ കുട്ടി. സ്വന്തമായ എന്തെങ്കിലും അഭിപ്രായമോ വിവരമോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും കുട്ടിക്ക് നല്ല ആവേശമുണ്ട്. അത് പിന്നെ നനച്ചിരിക്കാതെ കിട്ടിയ സ്ഥാനാർത്ഥിത്വമാകുമ്പോൾ കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടാവല്ലോ അല്ലെ? ആ കാര്യം എല്ലാവർക്കും അറിയാലോ. ആക്ച്വലി നമ്മുടെ സിനിമാ നടിയായ വീണ നായരായിരുന്നു ഏറ്റുമാനൂരിൽ 2020ക്ക് വേണ്ടി മത്സരിക്കാനിരുന്നത്. പക്ഷേ ലക്ഷ്മിപ്രിയയെ പോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് വീണ നായർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ആതിരയ്ക്ക് നറുക്ക് വീഴുന്നത്. എന്തായാലും മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആതിരയുടെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിന് വീണ നായർ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ കണ്ടോക്കാം. കുമരകം മണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ ആണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി എന്ത് വിധീത് വല്ലാത്ത ചതീത് ഓർക്കാപ്പുറത്തീന്നു പിന്നീന്നൊരടീത് എന്ന് BGM കൂടി വെച്ചിരുന്നെങ്കിൽ പൊളിച്ചേനെ. വീണ ചേച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കങ്ങള്, പാവണ്ടില്ലേ? എന്ത് പറയാനാണ്, എവിടെ എത്തേണ്ട ആളേനല്ലേ? എത്ര മണ്ടത്തരങ്ങളാണല്ലേ നമുക്ക് നഷ്ടമായത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മി പ്രിയക്കും വീണ നായർക്കും മത്സരിക്കാൻ കഴിയാത്തത് ഈ നിയമസഭാ ഇലക്ഷന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളായി ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തും. ഇല്ലെങ്കിൽ ഞാൻ പെടുത്തിക്കും. അല്ല പിന്നെ അതിന്റെ അടുക്ക് ഒരു നിമിഷം നമ്മൾ ആതിരക്കുട്ടിയെ മറന്നുപോയില്ലേ? അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. വീണയും ലക്ഷ്മി പ്രിയയും ഒക്കെ വെറും ചരിത്രം. അവർ ഏതെങ്കിലും മൂലക്കൽ കുത്തി ചാരിയിരിക്കട്ടെ. ഇനി അങ്ങോട്ട് നമ്മുടെ ആതിരമോളുടെ കാലമല്ലേ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലക്കുള്ള എല്ലാ ക്വാളിറ്റിയും നമ്മുടെ ആതിരമോൾക്ക് ഉണ്ട് കേട്ടോ. അത് ആതിരയുടെ തീ തുപ്പുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലത് നമുക്കൊന്ന് കണ്ടോക്കാം. നമ്മൾ ഈ റോഡുകളിൽ നോക്കിയാൽ മൊത്തം ഫ്ലെക്സുകൾ കാണാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്. മറ്റാരുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. മറ്റാരുണ്ട്, നമ്മളുണ്ട്. നാടിന് വികസനത്തിന് മാറ്റത്തിന് നമ്മളുണ്ട് എന്ന് മറ്റാർക്കും കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. മറ്റാരുണ്ട്, നമ്മളുണ്ട്. കമോൺ എവരിബഡി, മറ്റാരുണ്ട്, നമ്മളുണ്ട്. റിപ്പീറ്റ് ആഫ്റ്റർ മീ, മറ്റാരുണ്ട്, നമ്മളുണ്ട്. ഇൻകുലാബ് സിന്ദാബാദ്.
പിന്നെ ആതിരമോള് പ്രസംഗം കേട്ട് ആവശ്യം കൊണ്ടുപോയി എന്തായാലും. പക്ഷെ ആതിരയോട് ചെറിയൊരു അപേക്ഷയുണ്ട്. നാടിന്റെ മാറ്റത്തിന് ഞങ്ങളുണ്ട് എന്നല്ല ആതിര പറഞ്ഞത്. ദയവ് ചെയ്ത് ഈ നാടിനെ മാറ്റരുത്. മാറ്റി ഉത്തരേന്ത്യ പോലെ ആക്കരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യ മോഡലല്ലേ, അത് ഇവിടെ വേണ്ട. അതുകൊണ്ട് മേലാൽ ഈ നാടിനെ മാറ്റി കളയും എന്നൊന്നും പറഞ്ഞേക്കരുത്. ഈ നാട് ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ മതി. അങ്ങനെയെങ്കിൽ അവിടെ ബാക്കി വെച്ചാൽ മതി. ബാക്കി പറഞ്ഞാലും വികസനം നേതാക്കൾക്കല്ല നാടിനാണ് വേണ്ടത്. അതിതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കത് കൊണ്ടുവരണം, മാറ്റം കൊണ്ടുവരണം. നമ്മുടെ മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം, വികസിത കേരളം കൂടി ആകണം. അതെ. ഇനിയിപ്പോ കേരളത്തിലെ റോഡിലും കൂടി പശുക്കൾ ചാണകം വിട്ട് നടക്കുന്നത് നിനക്കൊക്കെ കാണണം അല്ലെ? അതല്ലേ നീ പറഞ്ഞ നിന്റെ മോദിജി കൊണ്ടുവന്ന വികസനം? തൽക്കാലം അത് ഇവിടെ വേണ്ട മോളെ. ഇവിടെ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ദയവ് ചെയ്ത് നിന്റെ ജീവിത വികസനവും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. നീ ബാക്കി പറഞ്ഞാലും 2500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ആ മാസം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. ഓക്കെ, നിങ്ങളുടെയൊക്കെ മോളെ പോലെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. അതിലിപ്പോ എന്താ സംശയം? മോളെ പോലെ കണ്ട് തന്നെ 8 നില പൊട്ടിച്ചു തരാം പോരെ? 2500 രൂപക്കൊക്കെ ഒരു മാസം ജീവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തരാം എന്നൊക്കെയാണ് ആതിരക്കുറ്റി പറയുന്നത്. എന്തിനാ മോളെ ഇങ്ങനെ നടക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ ആളുകൾക്ക് നൽകുന്നത്? 2500 രൂപക്ക് കേരളത്തിലെ ഒരു കുടുംബത്തിന് ഒരു മാസം ജീവിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് തന്നെ അറിയാം. ആട്ടെ, നിനക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണ പറയുന്നത്? ലേശം ഉൾപ്പൊക്കെ ആവാട്ടോ. ബാക്കി പറഞ്ഞാലും 2020 സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 2020 കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂർ കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആതിരയാണ് എനിക്കൊപ്പം ഉള്ളത്. ലാസ്റ്റ് മിനിറ്റിലാണ് സ്ഥാനാർത്ഥിത്വം കൈവന്നത്. NDAയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ്. എന്താ ഫീൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. അതാണ് ഏറ്റവും തോന്നുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു ഏജിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എത്രമാത്രം അഭിമാനം കൊള്ളുന്ന ഒരു ഭാരതത്തിന് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ് ഏറ്റുമാനൂരുകാരിയായ എനിക്ക് ഏറ്റുമാനൂരുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് വളരെ അഭിമാനം തോന്നുന്നു. വീണ നായരുടെ സ്ഥാനാർത്ഥത്തിന് പകരമാണ് ആതിര ഈ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്. എപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മത്സരരംഗത്ത് ഇറങ്ങണമെന്ന് എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ പറയില്ലേ, കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ഫയർ ഉണ്ടാവാറുണ്ട്. അതായത് തെറ്റുകൾ കാണുമ്പോൾ ഇതിങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയും ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് അധികാരമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു തെറ്റായ ധാരണയാണല്ലോ മോളെ. അതായത് അധികാരമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മോൾക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കിട്ടിയ സ്ഥാനാർത്ഥിത്വമല്ലേ, എല്ലാം പഠിച്ചു വരുമ്പോഴേക്കും മനസ്സിലായിക്കോളും. അധികാരം കിട്ടിയാൽ മാത്രമേ ജനങ്ങളെ സേവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നവർ യഥാർത്ഥ ജനസേവകരല്ല. അവർക്ക് അധികാരം മാത്രമായിരിക്കും ലക്ഷ്യം, ജനസേവനം സെക്കൻഡറി ആയിരിക്കും. അധികാരം കിട്ടിയാൽ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ജനസേവകൻ. അല്ലാതെ അധികാരം കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ കഴിവില്ലാത്തവനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്തായാലും മോള് ബാക്കി കൂടി പറഞ്ഞാട്ടെ. അന്നെന്ന് വെച്ചത് പക്ഷെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോ ഞാൻ ഏറ്റവും ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടാനില്ല. നമ്മൾ അന്ന് കാത്തുവെച്ച ഫയർ ഇപ്പോ കൊളുത്താനുള്ള ടൈമായിട്ട് ഏറ്റുമാനൂരിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നിട്ട്? ഓക്കെ, ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ 2020 സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ 2020 കിഴക്കമ്പലം മോഡൽ നമ്മൾ ഏറ്റുമാനൂർ കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. അതായത് നമുക്കറിയാം 2500 രൂപയുണ്ടെങ്കിലും ഒരു മനുഷ്യനെ ജീവിക്കാം എന്ന് തെളിയിച്ച സ്ഥലമാണ് കിഴക്കമ്പലം. അത് തെളിയിപ്പിച്ചു കൊടുത്ത ആളാണ് സാബു ജേക്കബ്. അപ്പം ആ സാറിന്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും അത് സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഞാനും ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ എന്റെ ആഗ്രഹം അതാണ്. നമുക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം തരുന്നുണ്ട്, പക്ഷെ അത് ജനങ്ങളിലേക്ക് വേണ്ട കൈകളിലേക്ക് എത്തുന്നില്ല. പക്ഷെ എത്തിക്കണം, അതാണ് എന്റെ മെയിൻ അജണ്ട. ഇൻഫ്ലുവൻസർ ആണ്, നർത്തകിയാണ്, ഗായികയാണ്, കലാകാരിയാണ്. ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള സംഭവം എത്രത്തോളം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സത്യം പറഞ്ഞാൽ അതെനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഇന്നുമായിട്ട് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകൾ ഉണ്ട്, കമന്റ് ബോക്സസ് ഞാൻ കാണുന്നു. സത്യം പറഞ്ഞാൽ എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള അവരുടെയൊക്കെ സപ്പോർട്ട് കാണുമ്പോൾ യൂത്തിനെ അവർ അംഗീകരിക്കുന്നു, യുവജനങ്ങൾ. ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞും കൂടി ചെന്നാൽ മതി, ജനങ്ങൾ ചൂലും അടിക്കി അടിക്കും. കമന്റ് ബോക്സിലൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് പോലും. സത്യം പറയാലോ, ഞാൻ കൂടുതലും കണ്ടത് ഈ കുട്ടിയെ ഊക്കിക്കൊണ്ടുള്ള കമന്റുകളാണ് കേട്ടോ. വെറുതെ ഊക്കുന്നതല്ല, നല്ലോണം ഊക്കുന്നുണ്ട്. കാരണം ഇമാതിരി മണ്ടത്തരങ്ങളല്ലേ വിളിച്ചു പറയുന്നത്. പിന്നെ 2 ആഴ്ച കൂടി സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ഏക ആശ്വാസം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ പൊടി പോലും കാണൂലല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.